സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ജനറൽ സ്റ്റഡീസ്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നടക്കുന്നത്. ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് സെക്ഷൽ മൈനോറിറ്റീസ് ഇൻ സോൾവിങ് ദ ജെൻഡർ ഇഷ്യൂസ്. അതായത് ജെൻഡർ ഇഷ്യൂസ് പരിഹരിക്കുന്നതിൽ സെക്ഷൽ മൈനോറിറ്റീസിൻ്റെ ഓർഗനൈസേഷൻ്റെ പങ്ക് എന്താണെന്നാണ്. ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ, അതായത് LGBTQ എന്നിങ്ങനെ വിവിധ വ്യക്തികളുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്ന ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ സംഘടനകളുണ്ട്. ഇവ ലിംഗപരമായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ വിവേചനവും പാർശ്വവൽക്കരണവും നിലനിർത്തുന്ന മാനദണ്ഡങ്ങളെയും സ്റ്റീരിയോ ടൈപ്പുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് കൂടുതൽ സമഗ്രമായുള്ള ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നത്. ലിംഗപരമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ സംഘടനകൾ എന്തൊക്കെ സംഭാവനകളാണ് നൽകുന്നത്? വക്കീലും ലോബിയിങ്ങും, അതായത് ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള നയങ്ങൾക്കും നിയമങ്ങൾക്കും വേണ്ടി ഈ സംഘടനകൾ വാദിക്കുന്നുണ്ട്. വിവാഹ സമത്വം, വിവേചന വിരുദ്ധ നിയമങ്ങൾ, ആരോഗ്യ പരിരക്ഷ ലഭ്യത തുടങ്ങിയ വിഷയങ്ങളിൽ നടപടിയെടുക്കാൻ അവർ സർക്കാരുകളെയും നയരൂപകർത്താക്കളെയും മറ്റ് പങ്കാളികളെയും പ്രേരിപ്പിക്കുന്നുണ്ട്. ഇനി അവബോധവും വിദ്യാഭ്യാസവും. ലിംഗപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും LGBTQ വ്യക്തികൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ധാരണയും സ്വീകാര്യതയും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഇവൻറ്റുകൾ, വർക്ക്ഷോപ്പുകൾ, ക്യാമ്പയിനുകളൊക്കെ ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്തുണയും സേവനങ്ങളും. വിവേചനം, ഉപദ്രവം അല്ലെങ്കിൽ അക്രമം എന്നിവ നേരിടുന്ന LGBTQ വ്യക്തികൾക്ക് ഈ ഓർഗനൈസേഷനുകൾ പിന്തുണയും സേവനങ്ങൾ നൽകുന്നുണ്ട്. നിയമസഹായം, കൗൺസിലിംഗ്, മറ്റ് തരത്തിലുള്ള സഹായങ്ങൾ ഇവയൊക്കെ നൽകുന്നുണ്ട്. കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ പല സംഘടനകളും LGBTQ വ്യക്തികൾക്കിടയിൽ കമ്മ്യൂണിറ്റി ബോധം വളർത്തിയെടുക്കുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവൻറ്റുകൾ സംഘടിപ്പിക്കുക, സുരക്ഷിതമായ ഇടങ്ങൾ സൃഷ്ടിക്കുക, നെറ്റ്വർക്കിംഗ്, സാമൂഹികവൽക്കരണം എന്നിവയ്ക്കുള്ള അവസരങ്ങൾ നൽകുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഗവേഷണവും വക്കീലും. ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ പല സംഘടനകളും ലിംഗപരമായ പ്രശ്നങ്ങളിലും LGBTQ അവകാശങ്ങളെക്കുറിച്ചും ഗവേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഗവേഷണം നയങ്ങളെക്കുറിച്ചും അഭിഭാഷക ശ്രമങ്ങളെക്കുറിച്ചും അറിയാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ LGBTQ വ്യക്തികൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി LGBTQ വ്യക്തികളുടെ അവകാശങ്ങൾക്കായിട്ട് വാദിക്കുക, അവബോധവും വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിക്കുക, പിന്തുണയും സേവനവും നൽകുക, കമ്മ്യൂണിറ്റികൾ കെട്ടിപ്പടുക്കുക, ഗവേഷണവും അഡ്വക്കസിയും നൽകുക എന്നിവയിലൂടെ ലിംഗപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ സംഘടനകൾ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും വിവേചനത്തിൽ നിന്നും അടിച്ചമർത്തലിൽ നിന്നും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന കൂടുതൽ സമഗ്രവും തുല്യവുമായുള്ള ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിന് ഈ സംഘടനകൾ അത്യാവശ്യമാണ്. ഇനി ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദ ഒറിജിനൽ കൺസെപ്റ്റ് ഓഫ് ഫെമിനിസം. ലിംഗസമത്വം കൈവരിക്കാനും സ്ത്രീകളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ഒരു സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക പ്രസ്ഥാനമാണ് ഇത് ഫെമിനിസം എന്ന് പറഞ്ഞാൽ. 19ാം നൂറ്റാണ്ടിൽ സ്ത്രീകളെ പൊതുമണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും പാർശ്വവൽക്കരിക്കുകയും സ്വകാര്യവും പൊതുവായ ജീവിതത്തിൽ പുരുഷന്മാരെ കീഴ്പ്പെടുത്തുകയും ചെയ്തതിനുള്ള പ്രതികരണമായിട്ടാണ് ഇത് ഉയർന്നു വന്നിട്ടുള്ളത്. ലിംഗഭേദം ഒരു സാമൂഹിക നിർമ്മിതിയാണെന്നും സ്ത്രീകൾ ചരിത്രപരമായി അടിച്ചമർത്തപ്പെടുകയും അവരുടെ ലിംഗഭേദം കാരണം വിവേചനം അനുഭവിക്കുകയും ചെയ്തു എന്നുള്ള വിശ്വാസത്തിലാണ് ഫെമിനിസം വളർന്നു വന്നിട്ടുള്ളത്. ഫെമിനിസത്തിൻ്റെ ഉത്ഭവം 18ാം നൂറ്റാണ്ടിലെ ജ്ഞാനോദയ കാലഘട്ടത്തിലാണ്. വ്യക്തിത്വം, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെക്കുറിച്ചുള്ള ആശയങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. എന്നിരുന്നാലും 19ാം നൂറ്റാണ്ടിലാണ് ഫെമിനിസം ഒരു പ്രത്യേക പ്രസ്ഥാനമായിട്ട് രൂപം കൊണ്ടിട്ടുള്ളത്. പുരുഷന്മാർ ആധിപത്യം പുലർത്തിയിരുന്ന പൊതുജീവിതത്തിൽ നിന്ന് സ്ത്രീകളെ ഒഴിവാക്കിയതിനുള്ള പ്രതികരണമായിട്ടായിരുന്നു ഫെമിനിസം വളർന്നു വന്നത്. സ്ത്രീകൾക്ക് വോട്ടവകാശം, സ്വത്ത് സ്വന്തമാക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇവയൊക്കെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒഴിവാക്കലിനെ വെല്ലുവിളിക്കാനും തുല്യ പൗരന്മാരാണെന്ന നിലയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ ഉറപ്പിക്കാനും ഫെമിനിസം ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്ത വെല്ലുവിളികൾക്കും പ്രശ്നങ്ങൾക്കും മറുപടിയായിക്കൊണ്ട് ഫെമിനിസത്തിൻ്റെ വിവിധ ഇഴകൾ ഉയർന്നു വന്നതോടുകൂടി ഫെമിനിസം എന്ന ആശയം കാലക്രമേണ വളരാൻ തുടങ്ങി. 19ാം നൂറ്റാണ്ട് അവസാനത്തിൽ ആരംഭിച്ച് 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ നീണ്ടുനിന്ന ഫെമിനിസത്തിൻ്റെ ആദ്യ തരംഗം സ്ത്രീകൾക്ക് വോട്ടവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം തുടങ്ങിയ നിയമപരമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. 1960കളിലും 1970കളിലും ഉയർന്നു വന്ന ഫെമിനിസത്തിൻ്റെ രണ്ടാമത്തെ തരംഗം പ്രത്യുൽപാദന അവകാശങ്ങൾ, ജോലിസ്ഥലത്തെ വിവേചനം, ലിംഗ സ്റ്റീരിയോ ടൈപ്പുകൾ തുടങ്ങിയ വിശാലമായ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്ന് ഫെമിനിസം
വികസിക്കുകയും പുതിയ വെല്ലുവിളികളോടും പ്രശ്നങ്ങളോടും പൊരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1990കളിൽ ഉയർന്നു വന്ന മൂന്നാം തരംഗ ഫെമിനിസം ഇന്റർസെക്ഷാലിറ്റി, ലിംഗ ഐഡന്റിറ്റി, ലൈംഗികത തുടങ്ങിയ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. 2010കളിൽ ആരംഭിച്ച നാലാം തരംഗം സോഷ്യൽ മീഡിയകളിലും ഡിജിറ്റൽ ആക്ടിവിസ്റ്റുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ലിംഗസമത്വം കൈവരിക്കുന്നതിനും സ്ത്രീകളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇത്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ പൊതുജീവിതത്തിൽ നിന്ന് സ്ത്രീകളെ ഒഴിവാക്കുന്നതിനും പാർശ്വവൽക്കരിക്കുന്നതിനും മറുപടിയായിട്ട് ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണിത്. കാലക്രമേണ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പുതിയ വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഇത് മുന്നോട്ട് വന്നു. ലോകമെമ്പാടുമുള്ള സ്ത്രീകളെ പ്രചോദിപ്പിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുന്ന വൈവിധ്യമാർന്നതും ചലനാത്മകവുമായുള്ള പ്രസ്ഥാനമാണ് ഇത് ഫെമിനിസം എന്ന് പറഞ്ഞാൽ. ഇനി റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്. ഇപ്പോൾ ഒരു സാമൂഹിക ഘടന എന്ന നിലയിൽ ലിംഗഭേദം എന്നത് ജീവശാസ്ത്രപരമായി നിർണ്ണയിക്കപ്പെടുന്നതല്ല, മറിച്ച് സാംസ്കാരികവും സാമൂഹികവുമായ ഘടകങ്ങളാൽ രൂപപ്പെട്ടതാണെന്ന ആശയത്തെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനർത്ഥം പുരുഷനോ സ്ത്രീയോ ആകുന്നതുമായി ബന്ധപ്പെട്ട പെരുമാറ്റങ്ങൾ, പ്രതീക്ഷകൾ, റോളുകൾ എന്നിവ ഇതിലടങ്ങിയിട്ടില്ല, മറിച്ച് സാമൂഹികവൽക്കരണത്തിലൂടെയും സാംസ്കാരിക മാനദണ്ഡങ്ങളിലൂടെയുമാണ് ഇത് പഠിക്കുന്നത് എന്നാണ്. അപ്പോൾ ഒരു സാമൂഹിക ഘടന എന്ന നിലയിൽ ലിംഗഭേദം ലിംഗപഠനത്തിലും ഫെമിനിസത്തിലും ഒരു പ്രധാന ആശയമാണ്. കാരണം ഇത് സാമൂഹിക മാനദണ്ഡങ്ങളിലൂടെയും സമ്പ്രദായങ്ങളിലൂടെയും ലിംഗ അസമത്വങ്ങൾ നിലനിർത്തുന്ന രീതിയെയാണ് ഉയർത്തിക്കാണിക്കുന്നത്. ഉദാഹരണത്തിന് സ്ത്രീകൾ പരിചരിക്കുന്നവരും വീട്ടമ്മമാരുമായിരിക്കണം, പുരുഷന്മാർ വരുമാനം ഉണ്ടാക്കുന്നവരും നേതാക്കളുമായിരിക്കണം എന്ന ആശയം ലിംഗ അസമത്വത്തെ ശക്തിപ്പെടുത്തുകയും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവസരങ്ങൾ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാമൂഹിക ഘടനയാണ്. ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലിംഗാധിഷ്ഠിത വിവേചനത്തെ വെല്ലുവിളിക്കുന്നതിനും ലിംഗഭേദത്തെ ഒരു സാമൂഹിക ഘടനയായി മനസ്സിലാക്കുന്നതിനും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ലിംഗപരമായ മാനദണ്ഡങ്ങളും പ്രതീക്ഷകളും പഠിച്ചതാണെന്നും സ്ഥിരമല്ലെന്നും തിരിച്ചറിയുന്നതിലൂടെ വിദ്യാഭ്യാസത്തിലൂടെയും സാമൂഹിക അവബോധത്തിലൂടെയും അവയെ വെല്ലുവിളിക്കാനും മാറ്റാനും കഴിയും. ലിംഗ സെൻസിറ്റീവ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, സ്റ്റീരിയോ ടൈപ്പുകളും ലിംഗവിവേചനവും വെല്ലുവിളിക്കുക, ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവും പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളെയും പരിപാടികളെയും പിന്തുണയ്ക്കുക, ഇതൊക്കെ തന്നെ ഇതിൽ പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു സാമൂഹിക നിർമ്മിതി എന്ന നിലയിൽ ലിംഗഭേദം എന്ന ആശയം ലിംഗത്തെക്കുറിച്ചുള്ള അവശ്യ ആശയങ്ങളെ വെല്ലുവിളിക്കാൻ സഹായിക്കുകയും ലിംഗ അസമത്വങ്ങളെ സാമൂഹികവും സാംസ്കാരികവുമായ പ്രശ്നങ്ങളായിട്ട് അഭിസംബോധന ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സാധ്യതകളെ പരിമിതപ്പെടുത്തുന്ന പരമ്പരാഗത ലിംഗപരമായ റോളുകളെയും പ്രതീക്ഷകളെയും ചോദ്യം ചെയ്യാനും എല്ലാ വ്യക്തികൾക്കും കൂടുതൽ തുല്യവും സമഗ്രവുമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിനായിട്ട് പ്രവർത്തിക്കാനും ഇത് നമ്മെ സഹായിക്കുന്നുണ്ട്. Write a short note on changing concept of family and marriage. കുടുംബം, വിവാഹം എന്ന ആശയം സമീപകാലത്ത് കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പരമ്പരാഗതമായ വ്യക്തമായ ലിംഗപരമായ റോളുകളും ശ്രേണീപരമായ ഘടനയുമുള്ള വിവാഹിതരായ ദമ്പതികളും അവരുടെ ജൈവിക കുട്ടികളും അടങ്ങുന്ന ഒരു യൂണിറ്റായിരുന്നു കുടുംബം. എന്നിരുന്നാലും ഫെമിനിസം, ആഗോളവൽക്കരണം, വ്യക്തിവാദം എന്നിവയുടെ ഉയർച്ചയോടുകൂടി കുടുംബം, വിവാഹം എന്ന ആശയം കൂടുതൽ വൈവിധ്യമാർന്ന രീതിയിലേക്ക് മാറുകയുണ്ടായി. ഏകരക്ഷാകൃത കുടുംബങ്ങൾ, സ്വവർഗ ദമ്പതികൾ, സംയോജിത കുടുംബങ്ങൾ തുടങ്ങി പാരമ്പര്യേതര കുടുംബഘടനയുടെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയാണ് കുടുംബം എന്ന ആശയങ്ങളിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന്. ഇത് അണുകുടുംബത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ആശയത്തെ വെല്ലുവിളിക്കുകയും ഉൾച്ചേർക്കലിൻ്റെയും വൈവിധ്യത്തിൻ്റെയും പ്രാധാന്യം ഊർന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ വിവാഹം എന്ന ആശയം കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമായി. പ്രായപൂർത്തിയായവരുടെ ജീവിതത്തിൽ വിവാഹം ഒരു കാലത്ത് അത്യാവശ്യ ഘട്ടമായി കണ്ടിരുന്നുവെങ്കിലും ഇന്ന് ഇത് പലപ്പോഴും വ്യക്തിഗത തിരഞ്ഞെടുപ്പായിട്ട് കാണപ്പെടുന്നുണ്ട്, ഒരു സാമൂഹിക ബാധ്യതയല്ല. കൂടാതെ സ്വവർഗ വിവാഹത്തിൻ്റെ നിയമപരമായിട്ടുള്ള അംഗീകാരം വിവാഹത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ആശയങ്ങളെ വെല്ലുവിളിക്കുകയും സമത്വത്തിൻ്റെയും മനുഷ്യാവകാശങ്ങളുടെയും പ്രാധാന്യത്തെ ഊന്നിപ്പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുടുംബം, വിവാഹം എന്നിവയെ കുറിച്ചുള്ള മാറുന്ന ആശയം സമൂഹത്തിനും വ്യക്തികൾക്കും പ്രധാന പ്രത്യാഘാതങ്ങളുണ്ട്. വൈവിധ്യമാർന്ന കുടുംബഘടനയെ പിന്തുണയ്ക്കുകയും സമത്വവും ഉൾക്കൊള്ളലും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നയങ്ങളുടെയും പരിപാടികളുടെയും ആവശ്യകത ഇത് ഉയർത്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തിഗത ബന്ധങ്ങളിൽ വ്യക്തിഗത തിരഞ്ഞെടുപ്പിൻ്റെയും ഏജൻസിയുടെ പ്രാധാന്യം ഇത് ഊന്നിപ്പറയുകയും കൂടുതൽ തുറന്നതും സമഗ്രവുമായ സാമൂഹിക മാനദണ്ഡങ്ങളുടെയും മൂല്യങ്ങളുടെയും ആവശ്യകത ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ കുടുംബത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള മാറുന്ന ആശയം നമ്മുടെ കാലത്തെ വികസിച്ചു വരുന്ന സാമൂഹികവും സാംസ്കാരികവുമായ ഭൂപ്രകൃതിയെ കാണിക്കുകയും വൈവിധ്യമാർന്ന കുടുംബഘടനകളെയും വ്യക്തിഗത തിരഞ്ഞെടുപ്പുകളെയും പിന്തുണയ്ക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കൂടുതൽ സമഗ്രവും തുല്യവുമായ ഒരു സമൂഹത്തിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് വുമൺ ഇൻ ഇന്ത്യൻ സൊസൈറ്റി ത്രൂ ജെൻഡർ പെർസ്പെക്റ്റീവ്.
ഇതാണ് എസ്സേ ക്വസ്റ്റ്യൻ. അതായത് ലിംഗ അസമത്വത്തിനും വിവേചനത്തിനും കാരണമായ പുരുഷാധിപത്യ മാനദണ്ഡങ്ങൾക്കും ആചാരങ്ങൾക്കും ഇന്ത്യൻ സമൂഹത്തിലെ സ്ത്രീകൾ വിധേയരായിട്ടുണ്ട്. ഒരു പ്രത്യേക സംസ്കാരത്തിലോ സമൂഹത്തിലോ പുരുഷനോ സ്ത്രീയോ ആകുന്നതുമായി ബന്ധപ്പെട്ട റോളുകൾ, പെരുമാറ്റങ്ങൾ, പ്രതീക്ഷകൾ എന്നിവയുടെ വിശകലനത്തെയാണ് ലിംഗപരമായ കാഴ്ചപ്പാടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ ലിംഗപരമായ കാഴ്ചപ്പാട് സ്ത്രീകളോടുള്ള അസമമായ പെരുമാറ്റത്തെയും അവർ അഭിമുഖീകരിക്കുന്ന ലിംഗാധിഷ്ഠിത വിവേചനത്തെ അഭിസംബോധന ചെയ്യേണ്ട ആവശ്യകതയുമാണ് കാണിക്കുന്നത്. ചരിത്രപരമായിട്ട് വിദ്യാഭ്യാസം, തൊഴിൽ, രാഷ്ട്രീയ പങ്കാളിത്തം എന്നിവയ്ക്കുള്ള പരിമിതമായ അവസരങ്ങളോടുകൂടി ഇന്ത്യയിലെ സ്ത്രീകൾ വീട്ടമ്മമാരുടെയും പരിചരിക്കുന്നവരുടെയും റോളിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങളും അവസരങ്ങളും നിഷേധിക്കപ്പെടുകയും ലിംഗാധിഷ്ഠിത അക്രമം, ശൈശവവിവാഹം, സ്ത്രീധനം എന്നിവയുൾപ്പെടെ നിരവധി വിവേചനപരമായ സമ്പ്രദായങ്ങൾക്ക് വിധേയരാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സമീപ വർഷങ്ങളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും കാര്യമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ലിംഗവിവേചനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിലും സ്ത്രീ ശാക്തീകരണത്തിനായി വാദിക്കുന്നതിലും വനിതാ അവകാശ പ്രസ്ഥാനങ്ങളും ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സ്ത്രീകളുടെ വിദ്യാഭ്യാസവും തൊഴിലും വർദ്ധിപ്പിക്കുന്നതിനുള്ള സംരംഭങ്ങൾ, അക്രമത്തിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമങ്ങൾ എന്നിവയുൾപ്പെടെ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നിരവധി നയങ്ങളും പരിപാടികളും ഇന്ത്യൻ സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ശ്രമങ്ങൾക്കിടയിലും ഇന്ത്യൻ സമൂഹത്തിൻ്റെ പല മേഖലകളിലും ലിംഗ അസമത്വവും വിവേചനവും നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകൾ വിവേചനവും അക്രമവും നേരിടുന്നുണ്ട്. മാത്രമല്ല രാഷ്ട്രീയവും സാമ്പത്തികവുമായ തീരുമാനമെടുക്കുന്നതിൽ പ്രാതിനിധ്യം കുറവാണ്. ലിംഗപരമായ കാഴ്ചപ്പാടിലൂടെ ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്ക് ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിലും പുരുഷാധിപത്യ മാനദണ്ഡങ്ങളെയും ആചാരങ്ങളെയും വെല്ലുവിളിക്കുന്നതിനും തുടർച്ചയായ ശ്രമങ്ങളുടെ ആവശ്യകത ഊന്നിപ്പറയുന്നുണ്ട്. സാമൂഹിക മനോഭാവങ്ങളും സാംസ്കാരിക മാനദണ്ഡങ്ങളും പോലുള്ള ലിംഗ അസമത്വത്തിൻ്റെ മൂല കാരണങ്ങളെ അഭിസംബോധന ചെയ്യുക, ലിംഗഭേദമില്ലാതെ എല്ലാ വ്യക്തികൾക്കും തുല്യ അവകാശങ്ങളും അവസരങ്ങളും ഉറപ്പാക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് എക്സ്പ്ലെയിൻ ദ കണ്ടംപററി ഇഷ്യൂസ് ഇൻ ജെൻഡർ ഐഡൻറ്റിറ്റി. ലിംഗ ഐഡൻറ്റിറ്റി എന്നത് ഒരു വ്യക്തിയുടെ ലിംഗഭേദത്തെക്കുറിച്ചുള്ള ആന്തരിക ബോധത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. ഇത് അവരുടെ ജൈവിക ലൈംഗികതയുമായിട്ട് പൊരുത്തപ്പെടുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യാം. സമീപ വർഷങ്ങളിൽ ലിംഗസത്വവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സമകാലിക പ്രശ്നങ്ങൾ ഗണ്യമായ ശ്രദ്ധ നേടുകയും ലോകമെമ്പാടും സംവാദങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നങ്ങളിൽ ചിലതാണ് ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ. ജനനസമയത്ത് ലിംഗപരമായ ഐഡൻറ്റിറ്റി അവരുടെ നിയുക്ത ലിംഗവുമായിട്ട് പൊരുത്തപ്പെടാത്തവരാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾ പലപ്പോഴും വിവേചനം, അക്രമം, ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ അടിസ്ഥാന അവകാശങ്ങളുടെ അഭാവം നേരിടുന്നവരാണ്. ട്രാൻസ്ജെൻഡർ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ അവബോധവും സ്വീകാര്യതയും ആവശ്യമാണ്. അതിൽ അവരുടെ ലിംഗ ഐഡൻറ്റിറ്റിയുടെ നിയമപരമായുള്ള അംഗീകാരം, ആരോഗ്യ പരിരക്ഷയിലേക്കുള്ള പ്രവേശനം, വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ ഉൾപ്പെടുന്നുണ്ട്. നോൺ ബൈനറി ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ബൈനറി ഇതര വ്യക്തികൾ പുരുഷനോ സ്ത്രീയോ ആയി തിരിച്ചറിയുന്നില്ല, മറിച്ച് ലിംഗ ബൈനറിക്ക് ഇടയിലോ പുറത്തോ എവിടെയോ തിരിച്ചറിയപ്പെടുന്ന വ്യക്തികളാണ്. ബൈനറി ഇതര ഐഡൻറ്റിറ്റികളെക്കുറിച്ചും അത്തരത്തിൽ തിരിച്ചറിയുന്ന വ്യക്തികൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും കൂടുതൽ അവബോധം ലഭിക്കാൻ കാരണമാകുന്നുണ്ട്. ഇനി ലിംഗപരമായ ആവിഷ്കാരം എന്ന് പറഞ്ഞാൽ വ്യക്തികൾ അവരുടെ വസ്ത്രങ്ങൾ, ഹെയർ സ്റ്റൈലുകൾ, മറ്റ് ശാരീരിക സവിശേഷതകൾ എന്നിവയുൾപ്പെടെ മറ്റുള്ളവർക്ക് സ്വയം എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിനാണ് ലിംഗപരമായ ആവിഷ്കാരം എന്ന് പറഞ്ഞത്. പരമ്പരാഗത ലിംഗ മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടാത്ത ആളുകൾ പലപ്പോഴും വിവേചനവും പീഡനവും നേരിടുന്നുണ്ട്. വൈവിധ്യമാർന്ന ലിംഗപരമായ ആവിഷ്കാരങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യതയും വ്യക്തികൾക്ക് അവരുടെ ലിംഗഭേദം അവരുടേതായ രീതിയിൽ പ്രകടിപ്പിക്കാൻ സുരക്ഷിതമായുള്ള ഇടങ്ങൾ സൃഷ്ടിക്കേണ്ടതും ആവശ്യമാണ്. ഇനി ഇൻ്റർസെക്സ് അവകാശങ്ങൾ. സാധാരണ ആണല്ലെങ്കിൽ സ്ത്രീ നിർവചനങ്ങൾക്ക് യോജിക്കാത്ത അവരുടെ ലിംഗ സവിശേഷതകൾ, വ്യതിയാനങ്ങളോടെയാണ് ഇൻ്റർസെക്സ് വ്യക്തികൾ ജനിക്കുന്നത്. ഇൻ്റർസെക്സ് വ്യക്തികൾ പലപ്പോഴും കളങ്കവും വിവേചനവും നേരിടുന്നുണ്ട്. കൂടാതെ ഇവരുടെ അവകാശങ്ങളുടെ കൂടുതൽ അവബോധവും ഇവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അവബോധവും സംരക്ഷണവും ആവശ്യമാണ്. ഇനി ലിംഗാധിഷ്ഠിത അക്രമം എല്ലാ ലിംഗത്തിലുള്ള വ്യക്തികളെയും ബാധിക്കുന്ന ഒരു ആഗോള പ്രശ്നമാണ്. പക്ഷേ സ്ത്രീകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട കമ്മ്യൂണിറ്റികളെയും ആനുപാതികമായിട്ട് ബാധിക്കുന്നുണ്ട്. ലിംഗാധിഷ്ഠിത അക്രമത്തിനെതിരെ കൂടുതൽ അവബോധവും പ്രതിരോധവും അതിജീവിച്ചവർക്ക് നിയമപരവും സാമൂഹികവുമായ പിന്തുണ ആവശ്യമാണ്. ഇനി ലിംഗ സ്വത്വവുമായി ബന്ധപ്പെട്ട ഈ സമകാലിക പ്രശ്നങ്ങൾ പരമ്പരാഗത മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടാത്ത വ്യക്തികളുടെ ലിംഗസ്വത്വം, കൂടുതൽ അവബോധം, സ്വീകാര്യത, അവകാശങ്ങൾ സംരക്ഷിക്കൽ ഇവയുടെ ആവശ്യകതയെക്കുറിച്ച് എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ലിംഗത്തിലുമുള്ള വ്യക്തികളെ പിന്തുണയ്ക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കൂടുതൽ സമഗ്രവും തുല്യമായുള്ള ഒരു സമൂഹം സൃഷ്ടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇനി ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ ലോ റിലേറ്റിംഗ് ടു ക്രൈസിസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ട്രാൻസ്ജെൻഡർ.
ഇന്ത്യയിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ ആളുകൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ഇന്ത്യൻ പീനൽ കോഡ്, ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കൽ നിയമം, ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം തടയൽ നിരോധന പരിഹാര നിയമം, ട്രാൻസ്ജെൻഡർ പേഴ്സണൽസ് അവകാശ സംരക്ഷണ നിയമം ഇവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ലൈംഗിക പീഡനം, ഗാർഹിക പീഡനം, വിദ്വേഷ കുറ്റകൃത്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്നും വിവേചനങ്ങളിൽ നിന്നും സ്ത്രീകളെയും ട്രാൻസ്ജെൻഡർ ആളുകളെയും സംരക്ഷിക്കാൻ ഈ നിയമം ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളുടെ നിലനിൽപ്പ് ലിംഗാധിഷ്ഠിത അക്രമത്തെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള ഒരു നല്ല ചുവടുവെപ്പ് ആണെങ്കിലും അവയുടെ നടപ്പിൽ വരുത്തലും പല കേസുകളിലും അപര്യാപ്തമാണ്. നിരവധി സ്ത്രീകളും ട്രാൻസ്ജെൻഡർ ആളുകളും നീതി ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. പലപ്പോഴും നിയമവ്യവസ്ഥയിൽ സാമൂഹിക കളങ്കവും വിവേചനവും അനുഭവിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ ആളുകൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമത്തിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് അവരുടെ അവകാശങ്ങളെക്കുറിച്ചും നിയമത്തിലെ വ്യവസ്ഥകളെക്കുറിച്ചും പൊതുജനങ്ങൾക്കിടയിൽ അവബോധത്തിൻ്റെ അഭാവമാണ്. അവബോധത്തിൻ്റെ അഭാവം, പ്രതികാര ഭയം അല്ലെങ്കിൽ സാമൂഹിക സമ്മർദ്ദം എന്നിവ കാരണം സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ ആളുകൾക്കുമെതിരായ നിരവധി അക്രമവും വിവേചനവും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. നിയമനിർവഹണ ഏജൻസികളുടെയും ജുഡീഷ്യറിയുടെയും അപര്യാപ്തമായ പരിശീലനവും സംവേദനക്ഷമതയുമാണ് മറ്റൊരു പ്രശ്നം. പല നിയമപാലകർക്കും ജഡ്ജിമാർക്കും ലിംഗ സംവേദനക്ഷമതയെക്കുറിച്ച് ശരിയായ പരിശീലനമില്ല. ഇത് ലിംഗാധിഷ്ഠിത അക്രമത്തിൻ്റെ ഇരകളോട് വിവേകശൂന്യവും പക്ഷപാതപരവുമായ പെരുമാറ്റത്തിന് കാരണമാവും. മാത്രമല്ല, പ്രതിരോധത്തിനും പുനരധിവാസത്തിനും പകരം ശിക്ഷയിൽ നിയമവ്യവസ്ഥ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ലിംഗാധിഷ്ഠിത അക്രമത്തിൻ്റെ ഇരകൾക്ക് അപര്യാപ്തമായ പിന്തുണയും പരിഹാരവും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന പിന്തുണയും പരിഹാരവും കുറവാണ്. അതിജീവിച്ചവരുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും മുൻഗണന നൽകുന്ന കൂടുതൽ ഇര കേന്ദ്രീകൃത സമീപനം ആവശ്യമാണ്. ഇന്ത്യയിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ ആളുകൾക്കുമെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമം ലിംഗാധിഷ്ഠിത അക്രമത്തെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള ഒരു നല്ല ചുവടുവെപ്പാണെങ്കിലും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ ആളുകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് കൂടുതൽ ഫലപ്രദമായ നടപ്പാക്കൽ, അവബോധ, പരിശീലന, ഇര കേന്ദ്രീകൃത സമീപനങ്ങൾ ആവശ്യമാണ്. ഇനി അനലൈസ് ദ ജെൻഡർ ഓർഡർ ഇൻ ബ്രാഹ്മൺ പാട്രിയാർക്കി. ഏറ്റവും ഉയർന്ന ജാതിയായി കണക്കാക്കപ്പെടുന്ന ബ്രാഹ്മണർക്ക് ആധിപത്യ സ്ഥാനം നൽകുന്ന ഹിന്ദു സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക ക്രമത്തെയും സ്ത്രീകളുടെ മേലുള്ള അധികാരവും പദവിയും നൽകുന്ന പുരുഷാധിപത്യത്തെയും ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം ബ്രാഹ്മണിക്കൽ പുരുഷാധിപത്യത്തിൽ സാംസ്കാരികവും മതപരവുമായ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കർശനവും ശ്രേണീപരവുമായ ഘടനകളാണ് ലിംഗപരമായ റോളുകളെ നിർവചിക്കുന്നത്. ഭാര്യമാരും അമ്മമാരും എന്ന നിലയിൽ പരമ്പരാഗത റോളുകൾ നിറവേറ്റുമെന്നും പുരുഷന്മാർക്ക് കീഴ്പ്പെടുമെന്നും പ്രതീക്ഷിക്കുന്ന സ്ത്രീകളുടെ അടിച്ചമർത്തലിൻ്റെയും കീഴ്പ്പെടുത്തലിൻ്റെയും ഈ മാനദണ്ഡങ്ങൾ പലപ്പോഴും ശക്തിപ്പെടാറുണ്ട്. അപ്പം ബ്രാഹ്മണിക്കൽ പുരുഷാധിപത്യത്തിൻ്റെ കാതൽ പരിശുദ്ധിയും മലിനീകരണവും എന്ന ആശയമാണ്. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവരുടെ ജനനത്തെയും സാമൂഹിക നിലയെയും അടിസ്ഥാനമാക്കി പ്രത്യേക റോളുകളും ഉത്തരവാദിത്തങ്ങളും നൽകുന്നുണ്ട്. പുരുഷന്മാർ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പരിശുദ്ധി ഉയർത്തിപ്പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം വീടിൻ്റെ ചാരിത്രവും പരിശുദ്ധിയും നിലനിർത്താൻ സ്ത്രീകൾ ഉത്തരവാദികളാണ്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും റോളുകൾ കർശനമായി നിർവചിക്കുന്നുണ്ട്. ഈ മാനദണ്ഡങ്ങളിൽ നിന്നുള്ള ഏത് വ്യതിചലനവും സ്ഥാപിത ക്രമത്തിൻ്റെ ലംഘനമായിട്ട് കണക്കാക്കപ്പെടാറുണ്ട്. സ്ത്രീധനം, സതി, ശൈശവവിവാഹം, ശിശുഹത്യ, സ്ത്രീകളുടെ ഏകാന്തത എന്നിവയുൾപ്പെടെ നിരവധി അടിച്ചമർത്തൽ സമ്പ്രദായങ്ങളാണ് ബ്രാഹ്മണിക്കൽ പുരുഷാധിപത്യത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സമ്പ്രദായങ്ങൾ പുരുഷന്മാരുടെ അധികാരവും പദവിയും നിലനിർത്തുന്നതിനും സ്ത്രീകൾ പുരുഷ അധികാരത്തെ അടിമകളാക്കി തുടരുന്നുവെന്നും ആശ്രയിക്കുന്നുവെന്നും ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുന്ന സ്ത്രീകൾ പലപ്പോഴും അവരുടെ സമുദായങ്ങളിൽ നിന്ന് തന്നെ ബഹിഷ്കരിക്കപ്പെടുകയും അക്രമങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, വർഗസമത്വം, വൈവിധ്യാത്മകത എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് അടിച്ചമർത്തലുകളുമായും ബ്രാഹ്മണികൾ പുരുഷാധിപത്യം സംയോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന്, താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കൂടുതൽ വിവേചനവും അടിച്ചമർത്തലവും നേരിടുന്നുണ്ട്. കാരണം അവരെ പ്രബലമായ ബ്രാഹ്മണിക്കൽ ക്രമം അശുദ്ധരും മലിനക്കാരുമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയിലെ ലിംഗക്രമം പുരുഷന്മാരെ സ്ത്രീകളുടെ മേൽ അധികാരത്തിൻ്റെയും പദവിയുടെയും സ്ഥാനങ്ങളിൽ നിർത്തുന്ന കർശനവും ശ്രേണീപരവുമായ സാമൂഹിക ഘടനയുടെ സവിശേഷതയാണ്. സാംസ്കാരികവും മതപരവുമായ നിരവധി മാനദണ്ഡങ്ങളിലൂടെയും സ്ത്രീധനം, ശൈശവവിവാഹം, സ്ത്രീകളുടെ ഏകാന്തത തുടങ്ങിയ അടിച്ചമർത്തൽ സമ്പ്രദായങ്ങളിലൂടെയും സ്ത്രീകളെ അടിച്ചമർത്തുന്നതും കീഴ്പ്പെടുത്തുന്നതും ശക്തിപ്പെടുത്തുന്നുണ്ട്. ഈ പുരുഷാധിപത്യ ഘടനകളെയും മാനദണ്ഡങ്ങളെയും പ്രതിനിധീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിസംബോധന ചെയ്യുകയും തകർക്കുകയും ചെയ്യുന്നത് കൂടുതൽ തുല്യവും നീതിയുക്തവുമായുള്ള ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഇത്രയുമാണ് നമുക്ക്
ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാനുള്ളത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.